ഡാനിതേ ഉറങ്ങിപ്പോയി. ഇതുപോലെ ഒരു മലകറ്റ് ഉണ്ടായിട്ടില്ല. നല്ല ഇടിവെട്ട് ഞങ്ങൾ കൺമുന്നിൽ കണ്ടു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ആക്ച്വലി പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു. അന്ന് രാവിലെയാണ് നമ്മൾ വിചാരിച്ചത് ഇന്ന് മലയാറ്റൂർ പോയാലോ എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും പിന്നെ എഡ്വിൻ്റെ അപ്പച്ചനും അമ്മയാണ് നമ്മുടെ കൂടെ ഉണ്ടായത്. നമ്മളിതിന് മുന്നത്തെ വീക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ സമയത്ത് പോകാൻ പറ്റിയില്ല. കാരണം എനിക്കും ഡാനിക്കും കുറച്ച് മുന്നേ തീരുമാനിക്കുകയായിരുന്നെങ്കിൽ എൻ്റെ അപ്പച്ചനും അമ്മേനും കൂടെ. പിന്നെ വലിയ നോമ്പിൻ്റെ സമയത്ത്, അതായത് ഈസ്റ്ററിൻ്റെ ഈ സമയത്ത് ഞാൻ ആക്ച്വലി എല്ലാ വർഷവും മലയാറ്റൂർ, ഏകദേശം എല്ലാ വർഷവും മലയാറ്റൂർ പോകാറുണ്ട്. ഞാൻ മാത്രമല്ല എഡ്വിൻ കല്യാണം കഴിയുന്നതിന് മുന്നേ പോയിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞാൻ പോയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല. So welcome to yet another episode of Anu and Edwin. ഇത്തവണത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത്തവണ നമ്മുടെ കൂടെ ഡാനിയും കൊണ്ട് ആദ്യമായിട്ടാണ് നമ്മൾ മലയാറ്റൂർക്ക് പോണേ. പിന്നെ നമ്മൾ പോണത് മഞ്ഞപ്ര പ്ലാന്റേഷൻ റോഡ് വഴിയാണ്. അതുവഴി നമ്മൾ ജസ്റ്റ് വഴിയിലൊന്നും എന്തായാലും നഷ്ടമൊന്നും ആയില്ലേ. നല്ല വ്യൂ ആയിരുന്നു. പിന്നെ എന്തായാലും നിർത്തിയ സ്ഥിതിക്ക് നമ്മൾ അമ്മ കുറച്ച് സ്നാക്സ് ഒക്കെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളതൊക്കെ കഴിച്ചു. സ്നാക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കേക്ക് അങ്ങനെ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇറങ്ങി വ്യൂ ഒക്കെ ഒന്ന് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. ആ ബാക്കിൽ എഡ്വിൻ്റെ തൊട്ട് ബാക്കിലുള്ള ആ മരമല്ലേ, അത് നല്ല രസമുണ്ടായിരുന്നു. അത് ഏതാ മരം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല രസമുണ്ടായിരുന്നു ആ മരം കാണാനായിട്ട്. ഒരുപാട് ചില്ലകളൊക്കെ ഉണ്ടായിരുന്നു അതിന്. ഞാനും എഡ്വിനും ആക്ച്വലി രാത്രി സമയത്താണ് നമ്മൾ മലയാറ്റൂർ കയറാൻ പോവാറ്. കാരണം ആ സമയത്ത് വലിയ വെയിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ സമയത്താണ് നമ്മൾ പോവാറ്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ വ്യൂ ഒന്നും കാണാൻ പറ്റാറില്ല. ഇത്തവണ നമ്മൾ ഇത്തിരി നേരത്തെയാണ് ഇറങ്ങിയ. ഒരു ഉച്ചയോടുകൂടി, ഉച്ച എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോൾ മലയാറ്റൂർ എത്തി. നമ്മൾ പിന്നെ മലയാറ്റൂർ എത്തിയപ്പോൾ ഏകദേശം ഉച്ച 12:30 ആയിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പേടിയുണ്ടായിരുന്നു, ഇനി വെയിലുണ്ടാവുമോ എന്ന് അറിയില്ലല്ലോ. വെയിലുണ്ടെങ്കിൽ നമ്മൾ നന്നായി ഡീഹൈഡ്രേറ്റഡ് ആവും. നമുക്കങ്ങനെ വിചാരിച്ച പോലെ കയറാനൊന്നും പറ്റില്ലല്ലോ. വെയിലത്ത് ഞങ്ങൾ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ വെയിലുണ്ടോയെന്ന് നമുക്കൊരു പേടിയുണ്ട്. പിന്നെ ഡാനിയുണ്ട്, അവനും വെയിലടിച്ച് കഴിഞ്ഞാൽ ഇത്തിരി പ്രശ്നമാണ്. കാരണം അവൻ്റെ വയ്യായ ഇപ്പം മാറിയുള്ളൂ. അവന് നല്ല പനിയും കോൾഡൊക്കെ ആയിരുന്നു. എനിക്കാണെങ്കിൽ എൻ്റെ ഫുള്ള് ഹെൽത്ത് ശരിയായിട്ടില്ല. എനിക്കിപ്പോഴും ചുമ. അങ്ങനെ നമ്മളിത് അടിയിൽ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മല കയറാനായിട്ട്. അപ്പച്ചൻ ആക്ച്വലി ഒരു തവണ മല കയറി വന്നതാണ് കേട്ടോ. ഉച്ചയ്ക്ക് തന്നെയാണ് കയറി. അതുകൊണ്ട് അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിലൊന്നും ഇല്ലയെന്ന്. പറഞ്ഞ പോലെ തന്നെ വെയിലൊന്നും ഉണ്ടായില്ല കേട്ടോ. നല്ലോണം മരങ്ങളുള്ളതുകൊണ്ട് മരത്തിൻ്റെ ഒക്കെ തണൽ നല്ലോണം ഉണ്ടായി. വെയിലൊന്നും നമുക്ക് കിട്ടിയില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചത് മഴയായിരുന്നു. മഴ നല്ലോണം പെയ്തു. മഴ ഫസ്റ്റ് പെയ്തപ്പോൾ നമ്മൾ ഒന്ന് റെസ്റ്റ് എടുത്തൊരു ഷെഡിൽ കയറി നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വീണ്ടും കയറാൻ തുടങ്ങി. പക്ഷേ വീണ്ടും മഴ പെയ്തു. മഴ പെയ്തത് ആക്ച്വലി നല്ല രസമുണ്ടായി. നമുക്ക് കയറുമ്പോൾ വലിയ ക്ഷീണമൊന്നും ഉണ്ടായില്ല. എനിക്ക് മഴ ഇഷ്ടമാണ്. മഴ കയറിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മലയുടെ മേലെയാണ് മഴ പെയ്യുന്നത്. നമ്മൾ കയറുമ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ താഴേക്ക് ഒലിച്ച് വരികയായിരുന്നു. വീഴാനുള്ള. പിന്നെ മലയുടെ മുകളിലായതുകൊണ്ട് നമുക്ക് ഇടിവെട്ടൊക്കെ നല്ലോണം നല്ല എഫക്റ്റായിരുന്നു. നമ്മൾ ശരിക്കും പേടിച്ചു പോയി. നമ്മുടെ കൺമുന്നിൽ വന്ന് വെട്ടുന്ന ഒരു ഇടി നമ്മുടെ കൺമുന്നിൽ വന്ന് വെട്ടി കേട്ടോ. നമ്മൾ ശരിക്കും പേടിച്ചു. വന്നിട്ട് ജീവനും കൊണ്ട് ഓടി മേലെ ഷെഡിൽ കയറി. സ്റ്റാർട്ടിങ്ങിൽ ഡാനീനെ എഡ്വിനാണ് എടുത്ത് കയറ്റിയെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ. അപ്പച്ചനാണ് എടുത്ത് മല കയറ്റിയത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് തന്നെ ഒറ്റയ്ക്ക് കയറാൻ ഇത്തിരി പാടാണ്. ആ സമയത്ത് ഡാനീനും കൂടി എടുത്തിട്ടാണ് കയറിയത്. അത് ഐ അപ്രീഷിയേറ്റ്. പിന്നെ നമ്മൾ മേലെ കയറിയിട്ട് മഴ മാറാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കാരണം ഈ മഴയുള്ള സമയത്ത് കയറാനോ ഇറങ്ങാൻ അത്രയ്ക്കും പാടായിരിക്കും. അതുകൊണ്ട് മഴയൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മൾ മല ഇറങ്ങുന്ന സമയത്ത് എഡ്വിൻ തന്നെയാണ് കേട്ടോ. പിന്നെ ഇറങ്ങിയ സമയം കൊണ്ട് ഡാനിനെ നനയ്ക്കാണ്ടാണ് നമ്മൾ മാക്സിമം, ഞാനല്ല അപ്പച്ചൻ മാക്സിമം അവനിട്ടിരുന്ന ആ ബാഗ് ചെറുതായിട്ട് നനഞ്ഞിരുന്നു. അതുകൊണ്ട് അവൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞു. അതുകൊണ്ട് നമുക്ക് അവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വന്നു മേലെ കയറിയപ്പോൾ.
അപ്പച്ചനെങ്കിലും പറയാം എന്നിട്ടാ മല കയറിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു ജീവിതത്തിൽ ഇതുപോലെ ഒരു മലകയറ്റം ഉണ്ടായിട്ടില്ല. നല്ല മഴ, ഇടിവെട്ട്. തൊട്ട് മുമ്പിലാണ് ഇടിവെട്ട്, പിന്നെ ഇടിവെട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പൊട്ടിയത്. അത്രയ്ക്കും ദൈവം ഞങ്ങളെ രക്ഷപ്പെടുത്തി. അത് ഭയങ്കര ഒരു അത്ഭുതമാണത്. ഓക്കെ പറഞ്ഞോ ഞങ്ങളങ്ങനെ മലയൊക്കെ ഇറങ്ങി. മല കയറിയപ്പോൾ നല്ല അസലായിട്ട് ഇടിവെട്ട് കിട്ടി. അപ്പച്ചൻ പറഞ്ഞ പോലെ നല്ല ഇടിവെട്ട് ഞങ്ങൾ കൺമുന്നിൽ കണ്ടു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ നേരെ അടിപ്പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് പെരിയാറിലൊന്ന് ഇറങ്ങണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിതേ അടിപ്പള്ളിയിൽ ഫസ്റ്റ് ഞാനും എഡ്വിനും പെരിയാറിൽ ഇറങ്ങി. അപ്പച്ചനും അമ്മയൊന്നും ഇറങ്ങിയില്ല. ഞങ്ങൾ രണ്ടാളും ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊന്ന് ഡാനീനൊന്ന് ഇറക്കി നോക്കിയാലോ എന്നൊരു തോന്നൽ. അവന് നമ്മൾ ഫസ്റ്റ് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ അതിരപ്പള്ളിയിൽ ഒരു ട്രിപ്പ് പോയിണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അവിടുത്തെ റിവറിൽ ഇറക്കിയപ്പോൾ അവൻ കരയാണ് ചെയ്തത്. വെള്ളം നല്ല തണുപ്പുണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കും അവൻ കരഞ്ഞത്. അവൻ കരയാണ് ചെയ്തത്. സോ അവൻ്റെ റിയാക്ഷൻ എന്താവുമെന്ന് നമുക്ക് അറിയുന്നുണ്ടായില്ല. ഇപ്പോൾ ഈ വെള്ളത്തിന് അത്രയ്ക്ക് വലിയ തണുപ്പൊന്നുമില്ല. സോ നമ്മൾ രണ്ടും കൽപ്പിച്ച് അവനൊന്ന് ഇറക്കി നോക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളിതേ കണ്ട പോലെ തന്നെ അവന് ഭയങ്കര സന്തോഷമായിരുന്നു വെള്ളത്തിലിറക്കിയപ്പോൾ. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അവൻ്റെ സന്തോഷം കണ്ട് ആക്ച്വലി ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. മാത്രമല്ല കേട്ടോ, നമ്മൾ മല കയറുമ്പോഴും അവന് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നിട്ട് എല്ലാവരും ഇവനെ തന്നെ നോക്കുമായിരുന്നു. എന്നിട്ട് പോകുന്നവരൊക്കെ പറയായിരുന്നു അവൻ ആൾക്കാരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി തോന്നുന്നുണ്ട്. അങ്ങനെയായിരുന്നു അവൻ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ 3 ആളും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയി ആക്ച്വലി അവിടെ നിന്ന് തിരിച്ചു. നമുക്ക് ആക്ച്വലി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. മലയൊക്കെ കയറി ഇറങ്ങിയതല്ലേ. അതുകൊണ്ട് വേഗം വീട്ടിലെത്താൻ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ വേഗം നമ്മൾ തിരിച്ചു. എന്തായാലും ഞങ്ങൾ 3 ആളും നല്ല ഹാപ്പിയായി. ഇങ്ങനെ മലയാറ്റൂർ കയറാൻ വന്നിട്ട് ഇത്ര ഹാപ്പി ആയിട്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല. ഹാപ്പി ആയിട്ട് മാത്രമല്ല, നല്ല പേടിയും ഉണ്ടായിട്ടുണ്ടായി മല കയറിയ സമയത്ത് ഇടിവെട്ട് കാരണം. ഇതുപോലത്തെ എക്സ്പീരിയൻസ് മുന്നേ ഉണ്ടായിട്ടില്ല മല കയറി. സോ അത്രേ ഉള്ളൂ ഈ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.